നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മഞ്ചേരിയിൽ മകളെ ബലാത്സംഗം ചെയ്തയാളെ കൊലപ്പെടുത്തിയ ശങ്കരനാരായണൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് ശങ്കരനാരായണന്റെ മരണം. 13 വയസ്സുകാരിയായിരുന്ന തന്റെ മകൾ കൃഷ്ണപ്രിയയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയുടെ കൊലപാതക കേസിൽ ശങ്കരനാരായണനെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഓരോ മലയാളിയും ശങ്കരനാരായണൻ എന്ന അച്ഛനെ ഓർക്കും. മലപ്പുറം മഞ്ചേരിയിൽ തന്റെ ഏക മകളായ കൃഷ്ണപ്രിയയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയെ ശങ്കരനാരായണൻ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് കേസ്. 2001 ഫെബ്രുവരി 9-നാണ് കൃഷ്ണപ്രിയ കൊല്ലപ്പെട്ടത്. അയൽവാസിയായ എളങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയയായിരുന്നു കേസിലെ പ്രതി. കേസിൽ അറസ്റ്റിലായ ഇയാൾ പിന്നാലെ ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. എന്നാൽ നിയമത്തിന്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ കൃഷ്ണപ്രിയയുടെ പിതാവ് ശങ്കരനാരായണൻ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ 2002 ജൂലൈ 27-ന് ശങ്കരനാരായണൻ കൊലപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തത്. പിന്നാലെ അറസ്റ്റിലായ ശങ്കരനാരായണന് സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. എന്നാൽ കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ ശങ്കരനാരായണനെ വെറുതെ വിടുകയായിരുന്നു. 2006 മെയ് മാസത്തിലാണ് ശങ്കരനാരായണൻ കുറ്റവിമുക്തനായത്. കോടതിയുടെ മാനുഷിക മുഖം മലയാളി കണ്ട ദിവസം കൂടിയായിരുന്നു അത്. മൃതദേഹം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി, ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റു ശത്രുക്കളുമുണ്ടാകും, അവരായിരിക്കാം കൃത്യം നിർവഹിച്ചത് തുടങ്ങിയ അപൂർവ വാദമുഖങ്ങൾ കോടതിയിൽ ഉണ്ടായതിന് പിന്നാലെയായിരുന്നു ശങ്കരനാരായണനെ കോടതി കുറ്റവിമുക്തനാക്കിയത്.